ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ക്രെയിനിൽ തടി കയറ്റി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ റോഡ് സൈഡിലൊന്നും അല്ല, റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്കുള്ള റോഡിൽ പഞ്ചായത്ത് റോഡ് പോകണം. അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു പോക്കറ്റ് റോഡിൽ കിടക്കർ പോകണം. അങ്ങനെ അത് ഒരു വീടിൻ്റെ മുറ്റത്ത് ചെന്നു. മുറ്റത്താണ് ഈ വണ്ടി നിലവിൽ കിടക്കുന്നത്. മുറ്റത്തുനിന്ന് അതിൻ്റെ അതിൻ്റെ കൈ നീട്ടി പിടിച്ച് പറമ്പിൽ കിടക്കുന്ന ഒരു വലിയ തടി കൊണ്ടുപോകാനായിട്ടാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ആ തടി അവിടെ നിന്നൊക്കെ ഒന്ന് പയ്യെ ഇളക്കി മാറണം കേട്ടോ. ഇളക്കി ഈ തടി പിടിക്കുന്നതൊക്കെ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അത് എങ്ങോട്ടൊക്കെയാണ് വരുന്നതെന്നൊന്നും പറയാൻ ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഇത് സ്ഥിരം പണിക്കാരായതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരത് ശ്രദ്ധിക്കാണ്ടിരിക്കണം. പക്ഷെ കാണാൻ ചെല്ലുന്നത് നമ്മളൊക്കെ മാറി നിന്നോളാം. അപ്പോൾ തടിയുടെ കറക്റ്റായിട്ടുള്ള അളവങ്ങ് എടുത്തതിന് ശേഷം അത് മുറിച്ച് അത് കറക്റ്റ് അളവിന് മുറിച്ചിങ്ങെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയ പീസ് തായ്തടിയാണ് അവർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളത്. പിന്നെ മുകളിലോട്ടുള്ള പീസ് മുറിച്ച് മാറ്റിയിട്ടിരിക്കുക. നല്ല വണ്ണമുള്ള ആനത്തടി, പ്ലാവൻ തടി, ഇങ്ങനെയുള്ള തടികളൊക്കെ ആണ് ഇങ്ങനെ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മുറിക്കാനൊന്നും പാടില്ല. ഇത് കറക്റ്റ് നീളമായിരിക്കണം. പിന്നെ തടിക്ക് അകത്ത് കേടുണ്ടാകാൻ പാടില്ല. അങ്ങനെ നല്ല തടികൾ മാത്രമാണ് അവർ ഇങ്ങനെ ദൂരത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഈ പറമ്പിൽ കിടക്കുന്ന തടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പണ്ടൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആനയുണ്ടായിരുന്നു വലിച്ചുകൊണ്ട് പോകാനായിട്ട്. അപ്പോൾ ആന ഈ പൊക്കിക്കൊണ്ട് പോകത്തില്ല, ആന വലിച്ചുകൊണ്ടേ പോകും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട് ഈ ആന ഒരു തടിയൊക്കെ പറമ്പിൽ വെട്ടിയിട്ട് കഴിയുമ്പോൾ ആന വരും തടി വലിക്കാനായിട്ട്. പിന്നെ വക്കയുണ്ട്, ഒരു വക്കക്കാരൻ കാണും, ഒരു മടൽ വെട്ടുന്ന ഒരാൾ കാണും, ഒരു ആനക്കാരൻ കാണും, വക്ക വെട്ടുന്ന ആൾ. ഇങ്ങനെ ഒരു 3-4 പേരൊക്കെ ആനയുടെ കൂട്ടത്തിൽ കളിക്കുക. അതുപോലെ തന്നെയാണ് ആനയ്ക്ക് പകരം ഒരു ക്രെയിനാണ്. ആ ക്രെയിനിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു 3-4 പേരുണ്ട്. വക്കയ്ക്ക് പകരം കയറാണ് പെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രെയിനിൻ്റെ കൈ കൊണ്ട് അവനെ കെട്ടി വലിക്കുകയാണത്. അപ്പോൾ അതിൻ്റെ പല പൊസിഷനിലേക്കും മാറ്റാം. ഇത് ആന കയറുന്ന പോലെയല്ല, ഇത് പൊക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ പറമ്പുകൾക്കൊന്നും വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ സാധ്യത തീരെ കുറവാണ്. കാരണം വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചാണ് ഇത് ചെയ്യുന്നത്. അടുത്ത് ഇരിക്കുന്ന മരവോ ഒരു കെട്ടിടമോ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നും പോയി മുട്ടാതെ വളരെ വിദഗ്ധമായ രീതിയിൽ ശ്രദ്ധിച്ചാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പല ഭാഗങ്ങളായിട്ട് അവർ കുറച്ചാണ് ഇത് മാറ്റുന്നത്. കാരണം നമ്മൾ നട്ടു വെച്ചിരിക്കുന്ന കൃഷി സാധനങ്ങളൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിന്ന് പോകും. കാരണം വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പണിയല്ല. ഈ ഒരു പറമ്പിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് മാവുണ്ട്, പ്ലാവുണ്ട്, ചാമ്പയുണ്ട്, മാവുണ്ട്, ഇങ്ങനെ പല ദേഹങ്ങളും കാണും. അതിൻ്റെ ഇടയ്ക്ക് നിന്നായിരിക്കും ഒരു തടി കൊണ്ടുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് അവരത് ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകോട്ടും എല്ലാം ഇട്ട് പിടിച്ച് തിരിച്ചാണ് അവരത് കൊണ്ടുപോകുന്നത്. പല പ്രാവശ്യം വാക്കയ്ക്ക് പകരം കയർ ഇതുപോലെ കൊണ്ടുവരും. കയറ്റിട്ട് കുറച്ച് വലിക്കും. അപ്പോൾ ഈ വണ്ടി വന്ന സമയത്ത് ഞാൻ ഇതെങ്ങനെയാണ് ഈ തടി പറമ്പിൽ നിന്നും ഇതെങ്ങനെ കൊണ്ടുപോകും എന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ ഞാൻ ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച സമയത്ത് ഒരു പിടുത്തവും കിട്ടിയില്ല. അതിന് ശേഷമാണ് നമ്മൾ നോക്കി നിന്ന സമയത്ത് ഇത് ക്രെയിൻ പൂർണ്ണമായിട്ടും തന്നെ എൻ്റെ ആവശ്യകത അനുസരിച്ച് വലിച്ചു പൊക്കിയതിന് ശേഷം ക്രെയിനിൻ്റെ കൈ വലിച്ചടുപ്പിക്കും, അകത്തും അങ്ങനെയുള്ള പല മെത്തേഡുകളിലാണ് ചെയ്യുന്നത്. ഇതൊരു വീടിൻ്റെ ഒരു സൈഡ് മുറ്റത്താണ് വന്ന് കിടക്കുന്നത്. വീട്ടിലേക്ക് വഴിയുള്ളതുകൊണ്ട് ആ വഴിയിൽ കയറി വന്നതിന് ശേഷമാണ് ഇത് പറമ്പിലേക്ക് ഇതിൻ്റെ കൈ നീട്ടി പിടിച്ചിട്ടാണ് പറമ്പിൽ കിടന്ന തടി പറമ്പിൽ കൂടി തന്നെ വലിച്ചിങ്ങെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടോ വലിച്ച് പൊക്കി നിർത്തിയിരിക്കുന്നത് കണ്ടോ. പിന്നെ ഇത് കൂടാണ്ട് ഈ തടി പോകുന്നതനുസരിച്ച് സൈഡിലേക്കൊക്കെ മാറ്റേണ്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കൂടെയുള്ള ആളുകൾ തന്നെ അതിൻ്റെ തടി പിടിച്ച് പല സൈഡിലേക്ക് തള്ളി അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ മുറ്റത്ത് നിന്ന് വഴിയിലേക്ക് പോകണം. ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടോ റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10-300 മീറ്റർ മിച്ചം ദൂരത്തേക്ക് വേണം ഈ തടി കൊണ്ടുപോകേണ്ടത്. ലോറിയെ കയറ്റുന്ന സ്ഥലം വരെയും ഈ തടി കൊണ്ടുപോകണം. അപ്പോൾ ഈ വാഹനം പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വഴികൾ 8 അടി വഴിയെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ക്രെയിൻ പോവുകയുള്ളൂ. ക്രെയിൻ പല സൈസുണ്ട്. ഇത് ഏകദേശം 5 ടണ്ണിന് 2 ടണ്ണിന് ഇടയ്ക്കുള്ള ക്രെയിനാണത്.
അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ചെറിയ ഇതിന് വണ്ടി വാഹനത്തിന് കയറിപ്പോകാൻ പറ്റുന്ന വഴിയിൽ എവിടെയും ചെല്ലും. ഇതിന് തിരിയുന്നതിന് വളച്ചെടുക്കുന്നതിന് അത് വലിയ പ്രശ്നമൊന്നുമല്ല, മറ്റുള്ള വണ്ടി പോലെയല്ല. ഇതിൻ്റെ 2 വീല് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം മൊത്തത്തിൽ ക്രെയിനായിട്ടുള്ള ഭാഗം തിരിയും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ ക്രെയിൻ എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് കയറി വരുന്നത്, ഇത്രയും നീളമുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ ഈ കാണുന്ന ബോഗി ഉണ്ടല്ലോ, ഈ കാണുന്നൊരു ഫ്രണ്ട് വലിയ വീലോട് കൂടിയിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രമായിട്ട് തിരിയും. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇങ്ങനെ തിരിയുന്നതുകൊണ്ടാണ് ഏത് സ്ഥലത്തും ഇതിന് കയറി പോകാനായിട്ട് പറ്റുന്നു, അവിടെ നിന്ന് തിരിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ചില ഇടുങ്ങിയ വഴികളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെയൊക്കെ ചെറിയ കുടുങ്ങിയതുപോലെയൊക്കെ വരും. കുടുങ്ങുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നതിനെ അറിയാം. നമ്മുടെ പറമ്പിൽ കൂടിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വരുന്നത് വെച്ചാൽ ഈ ലൈൻ കമ്പിയുണ്ട്, ഈ കറണ്ടിൻ്റെ ലൈൻ കമ്പിയുണ്ട്, അതുപോലെ തന്നെ കേബിളിൻ്റെ കമ്പിയുണ്ട്, ഇൻ്റർനെറ്റിൻ്റെ കമ്പിയുണ്ട്. ഇങ്ങനെ ഒത്തിരി കേബിളുകൾ, അതുകൂടാണ്ട് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോസുകളുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം ഈ പറമ്പിലുണ്ടെങ്കിൽ ഇത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 ആളുകൾ അതിനുവേണ്ടി തന്നെ മെനക്കെട്ട് നിൽക്കണം. ഇതെല്ലാം പൊക്കി പിടിക്കണം. പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ മെനക്കേടാണ്, അത് ഭയങ്കര ചടങ്ങുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോകാം. ഇപ്പോൾ ഓരോ സ്ഥലത്തും ചെന്നിട്ട് ഈ തടി എൻ്റെ കറക്റ്റ് പൊസിഷനിൽ മാറ്റി വെക്കണം കേട്ടോ. തടി മാറ്റി വെച്ചതിന് ശേഷം വേണം ചില സാഹചര്യത്തിൽ ആ വാഹനം നേരെയാക്കാനായിട്ട് തിരിച്ചെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരുമെങ്കിലും അവർ വളരെ വിദഗ്ധമായ രീതിയിൽ അത് തിരിച്ചെടുക്കും. ഈ ക്രെയിനിൻ്റെ പ്രത്യേകത കൊണ്ട് ഇത് വലിച്ചുകൊണ്ട് പോകാനും പൊക്കിക്കൊണ്ട് പോകാനും താത്തിക്കൊണ്ട് പോകാനും ഇങ്ങനെയുള്ള കുറേയധികം ഇതുകൊണ്ടുള്ള പ്രവർത്തനം. ഈ വെയിറ്റുള്ള സാധനങ്ങളാണ്. വെയിറ്റുള്ള സാധനങ്ങൾ പൊക്കുന്നതിനും വലിക്കുന്നതിനും ഉയർത്തുന്നതിനും താത്തുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രെയിൻ്റെ ഉപയോഗം മിക്കവർക്കും തന്നെ അറിയാം. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് പറഞ്ഞാൽ ഈ ഗുലുമാലി പിടിച്ച സ്ഥലത്ത്, ഏടാകൂടം പിടിച്ച സ്ഥലത്ത് ഈ വാഹനം കയറി വന്നൊരു തടി കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. കാരണം അതുപോലെ ഏടാകൂടം പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ വാഹനം റോഡിൽ വന്ന് നിന്നിട്ട് അതിൻ്റെ ആളുകൾ വന്ന് സ്ഥലം നോക്കി വാഹനം കയറി പോകുമെന്ന് നോക്കി ഈ വണ്ടി കണ്ട ഉടനെ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഈ സാധനം ഇതിലൊന്നും കയറി പോകത്തില്ല. കാരണം അത്രയും വഴി, അത്രത്തോളം വഴിയുടെ ദുർഘടം പിടിച്ചാണ്. നല്ല വളവും തിരിവുമൊക്കെ ഉള്ള വഴിയാണ്, തീരെ വീതിയും കുറവാണ്. എങ്ങനെയൊക്കെ പോകുമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ അതുപോലെ കേട്ടോ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ വിദഗ്ധമായ രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട കാഴ്ച. തീരെ വീതി കുറച്ച് ഇപ്പോൾ കണ്ടോ കൊണ്ടുവന്ന്, ഇപ്പോൾ അത് പൊക്കിപ്പിടിച്ചിട്ട് കൊണ്ടുപോകുക. അത് കറക്റ്റ് ആ വീലുകളുണ്ട്, വാഹനത്തിൻ്റെ 4 വീലുകൾ മാത്രം പോകത്തക്കൊരു വഴിയാണ്. ആ വഴിയിൽ കൂടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ വിദഗ്ധമായ ആ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ണണക്കിന് വെയിറ്റുള്ള നല്ല തടിയും കൂടെയാണത്. അതുകൊണ്ടാണ് ഈ പോകുന്നുണ്ട് ദൂരത്തേക്ക്, അത് മുന്നോട്ട് നീട്ടി പിടിച്ചിരിക്കുകയാണത്. അപ്പോൾ ആ പോകുന്നത് പിന്നെ തിരിച്ചതുണ്ട്. ഇവിടെ നല്ലൊരു വളമുണ്ട്. ഓസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പൊക്കി പിടിച്ചിരിക്കുകയുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഓസൊക്കെ പൊട്ടിച്ച് പൊക്കം ഉള്ളതുകൊണ്ട് ഓസൊക്കെ പൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ്. പിന്നെ വെള്ളം കുടിക്കേണ്ട ഒരു ദിവസം കിടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി അഡ്വാൻസ് ഓസ് പൊക്കി വെക്കണം, കേബിൾ പൊക്കി വെക്കണം. പൊതുവെ താന്ന് കിടക്കണം എങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ കറണ്ട് കമ്പി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നല്ല ഉയരത്തിലായിരിക്കും. ഇതിൻ്റെ ഭൂമി ഉയർത്താണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് മീഡിയം ലെവലിലാണ് ഭൂമി നിലവിൽ ഉയർത്തിയിരിക്കുന്നത്, ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. കണ്ടോ, അതിന് നല്ല കയറിട്ട് കെട്ടിയിട്ട് കയറ് ബെൽറ്റ് പോലെയാണ് കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആളുകൾ അതിൻ്റെ തടിയുടെ ഭാഗത്ത് ചോട് ഭാഗത്ത് കയറുകൊണ്ട് പിടിച്ചിരിക്കുന്നത്. ഇത് വളവ് തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഇപ്പം നല്ലൊരു വളവ് തിരിക്കാനായിട്ട് ഇവർ പോവാട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ വീടെടുക്കുന്നതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇപ്പം നേരെ ഇരുന്ന തടി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും തോറും അത് ഈ വലതുവശത്തേക്ക് അല്ലേ, നമ്മൾ നിൽക്കുന്ന വലതുവശത്തേക്ക് തടി തിരിഞ്ഞ് വരും. ഭൂമി തള്ളി പിടിക്കുന്നു കണ്ടോ, തിരിഞ്ഞ് വരുന്നുണ്ടോ തടി. ഇവിടെ വളം തിരിക്കാൻ പോകും. അപ്പോൾ വണ്ടി തിരിയുന്നതിന് മുമ്പായിട്ട് തന്നെ തിരിയുന്നതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ആ തടിയാണ് തിരിക്കുന്നത്. തടി ഇവിടെ വന്നു, ഓസിനറ്റത്ത് വന്നു, ഓസ് പോകാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചു. അപ്പോൾ ഓൾറെഡി ആ നേരെ വന്ന തടി ഇടത്തു ഭാഗത്തേക്കാണ് ഇപ്പോൾ തിരിയുന്നത്.
കാരണം ഒരു വളവാണ്, ഇടത് വശത്തേക്ക് നല്ലൊരു വളവാണ്. അപ്പോൾ നേരെ ഈ ക്രെയിൻ നേരെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നേരെ നിൽക്കുന്നത്. അപ്പോൾ തടി മാത്രം തിരിഞ്ഞാണ്. തടി അവർ അതായത് കൂടെ വന്നിരിക്കുന്നവർ ആ തടിയൊക്കെ തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു എൽ ഷേപ്പിലുള്ള ഒരു സ്ഥലത്തു കൂടെയാണ് അത്രയും നീളമുള്ള ഒരു തടി തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ നീളം കണ്ടോ, ഇത്രയും നീളമുള്ള വണ്ടിയാണ് അവിടെ തിരിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ തിരിഞ്ഞെടുക്കുമെന്നൊക്കെ ഞാനിങ്ങനെ അന്തം വിട്ട് കുന്തം പിഴിക്കുന്നു പറഞ്ഞാൽ ഞാൻ നോക്കി നിന്നുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് നേരെ പോകുന്നൊരു പരമായിട്ട് ഇതിൻ്റെ ബോഡി സഹിതം എൽ ഷേപ്പിൽ ഏകദേശം തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ. വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് തടി പോകുന്നുണ്ടോ, തടി അവിടുന്ന് തിരിഞ്ഞിട്ട് തടി അവിടെ ചെന്ന് എൽ ഷേപ്പിൽ തിരിഞ്ഞു പോയി. അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും, തടി നേരെയാവും, അവർ നേരെയാക്കും. അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഇത് വീണ്ടും നല്ല റിവേഴ്സ്. ഈ സത്യം പറഞ്ഞാൽ ഈ വണ്ടി മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഒരുപോലെ പോകുന്ന ഒരു ക്രെയിനാണ് ഇത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് ഇതാണ് ഫ്രണ്ട് വശം ഇതാണെങ്കിലും അത് മുന്നോട്ടും ഇത് ഈ ഭാഗങ്ങളിലേക്കും മുന്നോട്ട് പോകും. മറു സൈഡിലോട്ട് ഇത് അങ്ങോട്ട് നോക്കിയിരുന്നു അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ വീലുകൾ, ഓരോരോ വീലുകളും അതിൻ്റെ ആവശ്യാനുസരണം ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞ് അല്ലെങ്കിൽ നിർത്തി ഒരു വീല് ചിലപ്പോൾ കറങ്ങും, ഒരു വീല് ചിലപ്പോൾ കറങ്ങത്തില്ല. എൻ്റെ വളവ് തിരിയുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് ഈ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് സ്മൂത്തായിട്ട് ഈ വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അത്രയും ഇടുങ്ങി. ഇപ്പോൾ പോകുന്ന വഴിയുണ്ട്, കറക്റ്റ് ആ വീല് പോകാൻ മാത്രമുള്ളതാണ്, ആ വീതി മാത്രമാണ് ആ വഴിക്കുള്ളൂ. പുറകിലെ വീല് കണ്ടോ, കറക്റ്റ് സ്ഥലത്ത് കൂടെയാണ് അത് പോകുന്നത്. അവിടെ നിന്ന് ഒരു ഇഞ്ച് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും മാറാൻ സ്ഥലമില്ല. ഇവിടെ ചെന്നാലും ഇവിടുന്ന് നല്ല ചടങ്ങാണ്. കാരണം ഈ ചെറിയ പോക്കറ്റ് റോഡിൽ നിന്ന് പോയി ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് റോഡിലോട്ടാണ് ചേരുന്നത്. അതെന്ന് പറഞ്ഞാണല്ലോ നേരെ ഒരു ടി ഷേപ്പിൽ കിടക്കുന്ന ഒരു റോഡാണത്. അപ്പോൾ ആ റോഡിലേക്കാണ് ഇത് നേരെ ചെന്ന് കയറുന്നത്. അപ്പോൾ ഈ ഇടുങ്ങിയ സ്ഥലത്തു നിന്നാണ് ഈ തടിയുമായിട്ട് ഇത് പോന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇനിയും കണ്ടോ, ഇനി ആ തടി അത് തിരിക്കണം. വണ്ടി നേരെ ചെല്ലുന്നതനുസരിച്ച് അത് തടി മാത്രമായിട്ട് അത് അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ അത് പിടിച്ച് തിരിക്കുവാണ്. ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അതിൻ്റെ സ്ഥല സൗകര്യം അനുസരിച്ച് വേണം തിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അയൽക്കാരൻ്റെ കപ്പ പോവും, കവുങ്ങ് പോവും, വാഴ പോവും, ചേമ്പ് പോവും, ഫ്ലവർ പോവും, അങ്ങനെ ജാതി പോവും. ഇങ്ങനെ പല സാധനങ്ങളും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ സൈഡിലും നോക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണ് കൊള്ളുന്ന നിൽക്കുന്നത് അത് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്കൂലിയേക്കാളും കൂടുതലായിട്ടുള്ള നഷ്ടങ്ങൾ വരുമ്പോൾ വരാണ്ടിരിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ആ തടി തള്ളി അവർ ആ റോഡിലേക്ക് ഇപ്പം നിലവിൽ കൊണ്ടിട്ട് ഇറക്കി ശരിക്കുള്ളത്. ഇനി തിരിയണം. ഇനിയിപ്പം ഞാൻ പറഞ്ഞ ആ പോക്കറ്റ് റോഡിൽ നിന്നാണ് ആ വീതി കുറഞ്ഞ വഴിയിൽ നിന്ന് ആ വണ്ടി ഈ റോഡിലോട്ട് കയറി വന്നു. അതാണ് ചടങ്ങ് പിടിച്ചൊരു പരിപാടിയാണ്. അവരതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനിയിപ്പോൾ ഇടത്തോട്ട് തിരിക്കണോ വലത്തോട്ട് തിരിക്കണോ, തടി അവിടെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. ആ തടി സൈഡിലോട്ട് മാറ്റി വെച്ചാലും മതിയായിരുന്നു നമുക്ക് തോന്നും. പക്ഷേ അവരുടെ ഐഡിയ അനുസരിച്ച് തടി അവിടെ കിടന്നാലും ആ വാഹനത്തെ സംബന്ധിച്ച് അത് തിരിച്ചുകൊണ്ട് പോകാമെന്നേ ഉള്ളൂ. അവരതിനൊന്ന് ആലോചിക്കുകയാണ്. കാരണം എൻ്റെ എൻ്റെ കൈ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ചെറിയ തടസ്സമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്ത് ലൈനൊന്നും ഇല്ലാത്ത സ്ഥലമായിട്ട് ആകാശത്തേക്ക് പിടിച്ചെടുക്കുക. നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പറേ വന്ന കാപ്പിയെ മുട്ടും, റബ്ബറെ മുട്ടും, കവുങ്ങയെ മുട്ടും. ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ആയതുകൊണ്ട് കൈ ഉയർത്തി അങ്ങ് പിടിച്ചേക്കുവാണെങ്കിൽ കുഴപ്പമില്ല. വേറെ തട്ടാനും മുട്ടാനൊന്നുമില്ല. ഇനിയിപ്പോൾ 2 പ്രാവശ്യം മുന്നോട്ട് ഇപ്പം തിരിയുന്നൊരു വശം കണ്ടോ, ആ വീലുകൾ അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം മറ്റേ ബാക്കിലുള്ള ട്രാക്ടർ ടയറുള്ള ഒരു ഭാഗം തന്നെ തിരിഞ്ഞങ്ങ് പോവുകയാണത്. അങ്ങനെ അതുകൊണ്ടാണിത് റോഡുകളിലേക്കൊക്കെ തിരിക്കാനൊക്കെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ തിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് അതിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അവിടെ ഇട്ട് അതെല്ലാം കഴിയാതെ നമ്മളെ ചടങ്ങെന്ന് ഞാൻ പറയില്ല, ഈ ചടങ്ങാണ്. നമ്മുടെ വഴികളിലൊക്കെ സൈഡ് കെട്ടിത്തിരിച്ചിരിക്കുന്ന കയ്യാലകൾ മാണ്ടി ഇത് ഓട ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചടങ്ങുകളായിട്ട് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ 2 പ്രാവശ്യം കൂടുതൽ റിവേഴ്സ് എടുക്കണമെന്നേ ഉള്ളൂ. ആ മുന്നോട്ടും പുറകോട്ടും ഒക്കെ വെച്ച് റിവേഴ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് പൊസിഷനിൽ തന്നെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുമായിട്ട് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പോക്കറ്റ് റോഡുകളിൽ അല്ലെങ്കിൽ വീതി കുറഞ്ഞ വഴികളിൽ ഇത് ഈ വാഹനം തിരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള തടികൾ കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ
വാഹനം ഈ ട്രെയിൻ പോയ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വഴിക്ക് വളരെ വീതി കുറഞ്ഞ സ്ഥലമാണെങ്കിൽ പോലും ഈ ട്രെയിൻ കയറി പോകുന്നതാണ്. കയറി പോകുന്ന സ്ഥലത്ത് ഈ മരങ്ങളോ മറ്റോ നമ്മൾ തട്ടും മുട്ടും ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വണ്ടിയെ പുറകോട്ട് പോയിട്ട് അത് തിരിച്ചു വന്നതിന് ശേഷം ഇതാണ്ട് ഇനിയിപ്പോൾ തടി കെട്ടിക്കൊണ്ട് ഇനി ഇതിപ്പോൾ മെയിൻ റോഡിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ തടി എഴുതുന്ന പൊക്കി പിടിച്ചിട്ടുണ്ടത് അല്ലേ? പണ്ടത്തെ നമ്മൾ ആനയുടെ കാര്യം പറഞ്ഞ പോലെ ആന പൊക്കി പിടിക്കുന്നുണ്ട്. മുൻവശം മാത്രമേ ആന പൊക്കി പിടിക്കുകയുള്ളൂ. പിന്നെ ആനയ്ക്ക് മെനക്കേടാണ് പോകുന്ന റോഡെല്ലാം വലിയ. അപ്പോൾ നമ്മൾ റോഡൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആനയെ കൊണ്ട് തടി വലിപ്പിക്കുന്ന പരിപാടികളെല്ലാം നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ റോഡ് പോകാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ക്രെയിൻ ഉപയോഗിച്ച് തടി പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പം അവലംബിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇതാണ് തടിയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നൊരു 100-300 മീറ്റർ പോകണം കൊണ്ടത്, എങ്കിലേ മെയിൻ റോഡിൽ ലോറിയെ കയറ്റാനായിട്ട് സാധിക്കും. ഏത് തടിയെന്ന് പറഞ്ഞാൽ അത് മുഴുത്തൊരു തടിയാണ്, നല്ല നീളം ഉള്ളൊരു തടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തടിയുടെ ഫാക്ടറിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കണമെന്നുള്ളത് ഇതുപോലെ തന്നെ ആ മുഴുത്ത തടി ഇടയ്ക്ക് വെച്ച് മുറിക്കാതെ ഇത്രയും നീളത്തിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് ഒരു നല്ലൊരു മുഴുത്തൊരു ആനിത്തടിയാണ്. അതുകൊണ്ടാണ് ഇതേപടിയെ അത് കൊണ്ടുപോകുന്ന കറക്റ്റായിട്ടുള്ള അളവ് അതിൻ്റെ വാങ്ങിക്കുന്ന അതിൻ്റെ കച്ചവടക്കാരൊക്കെ ആളും ആ തടി വന്ന് അതിൻ്റെ വണ്ണമൊക്കെ നോക്കി അതിൻ്റെ ഷേപ്പും ഒക്കെ നോക്കിയതിന് ശേഷം അത് മുറിക്കേണ്ട ഒരു അളവ് ഇവർ കൊടുക്കും. അതുപോലെ മുറിക്കുക. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ ആദ്യം മുറിച്ച് കണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ടും അത് മുറിച്ച് അതിന് വേറെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും പറ്റാതെ അത് ഇങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണെങ്കിലും മെയിൻ റോഡ് അടുക്കാറായിട്ടുണ്ട്. വളരെ ദൂരത്ത് നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്ത് നിന്ന് നമ്മൾ ആദ്യമേ ഞാൻ വീഡിയോയിൽ കാണിച്ചതില്ലേ, അതുപോലെ തന്നെ ഈ വാഹനം വന്നിട്ട് അതുപോലെ പറമ്പിൽ കയറിയിട്ട് ആണ് ഈ തടി കൊണ്ടുവന്നത്. അപ്പോൾ ഈ വാഹനം വന്ന് തടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? ഈ വാഹനം ഓടിക്കുന്നയാൾ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നത് അവർ വന്ന് പോകും, വഴികളും മറ്റും എല്ലാം വന്നു പോകും. ഇത്രയും വലിയൊരു ട്രെയിൻ അതിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ടോ, തിരിഞ്ഞ് പോകുമോ എന്നൊക്കെ ഉള്ളതൊന്നും പോകും. നമ്മൾ നോക്കിയാൽ പറയും ഈ ട്രെയിനിൻ്റെ പകുതി മണിക്കൂർ ട്രെയിൻ പോലും പോകില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ആ സ്ഥാനത്താണ് ഇത്രയും വലിയൊരു ട്രെയിൻ വന്ന് ആ പറമ്പിൽ നിന്നും ആ തടി കയറ്റി ഇപ്പം മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മെയിൻ റോഡിലോട്ടെത്തി വളരെ എളുപ്പമായ രീതിയിൽ ലോറി കയറ്റിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സൈഡിൽ കൊണ്ടുപോയി ഈ തടി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇടും. അതാണ്. അപ്പോൾ റോഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ റോഡിന് സൈഡിൽ കൊണ്ടുപോയിടും. അപ്പം ഇത്രയും വലിയൊരു തടി പറമ്പിൽ നിന്ന് എങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റും എന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഇത്രയും വലുതായിട്ടുള്ളൊരു ട്രെയിന് വളരെ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ പറമ്പിൽ കൂടി കയറിപ്പോയി റോഡ് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ചധികം ദൂരെ കിടന്നൊരു തടി അവർ വലിച്ചടുപ്പിച്ച് കൊണ്ടുവന്നൊരു വീഡിയോ ആണ് ഞാൻ തയ്യാറാക്കിയത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.